ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ ഹംഗ്രി മണ്ണാളിൽ വന്നിരിക്കട്ടോ. എങ്ങനെയുണ്ട് നോക്കാം. ഇനി പുള്ളി പറഞ്ഞ പോലെ ഈച്ചയുണ്ടോ പാറ്റയുണ്ടോ AC ഉണ്ടോ ചൂടുണ്ടോ എന്നൊക്കെ നോക്കാം. നമുക്ക് 141 അല്ലേ കിട്ടിയേ അല്ലേ? ഇവിടെ 128 ആയിട്ടുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാലേ നമ്മൾ എത്ര മണിക്ക് കഴിക്കാൻ വന്ന് 4:45 വന്നോണ്ടാട്ടോ ചോറൊന്നുമില്ലാത്ത. അറിയില്ല അല്ല, ആ ഒരു ടൈം വന്നുകൊണ്ട് ചോറൊന്നും കിട്ടില്ല. ചോറുണ്ട് പക്ഷെ കറികളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ബിരിയാണി എങ്ങനെയുണ്ട്? ദം ബിരിയാണി കേട്ടോ. AC ഉണ്ട്, ഇതിന് വലിയ ഔട്ട്ലെറ്റാണ്, നീറ്റ് ഉണ്ട്. പിന്നെ ഇവർ പറഞ്ഞ പോലെ ഈച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഈച്ചയൊന്നും ഇല്ല ഇവിടെ. ഇല്ലടാ, ഈച്ചനെ കാണാണ് നിനക്ക്? ഈച്ചയൊന്നും ഇല്ലല്ലോ. ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട് ബിരിയാണിക്ക്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? കഴിച്ചോട്ടെ. വെറുതെ കഴിച്ചോട്ടെ. സൂപ്പറാ. നേരത്തെ എങ്ങനെയുണ്ടോ കൂടാ? കഴിച്ചു നോക്കിയിടാ. എങ്ങനെയുണ്ട്? പൊറോട്ടയും ബീഫും മിക്സ് ആവും. എങ്ങനെയുണ്ട്? സൂപ്പറാ. ആ, ഇത് ദം ബിരിയാണി അല്ലേ? സൂപ്പറാ ദം ബിരിയാണി. എങ്ങനെയുണ്ട്? നല്ല ബിരിയാണി. നമ്മുടെ മലബാർ സ്റ്റൈൽ ബിരിയാണിയാണ് അല്ലേ? കൊച്ചി സ്റ്റൈലല്ലോ. കണ്ണൂരുകാർക്ക് ഇഷ്ടപ്പെടും അല്ലേ? ബീഫും കുഴപ്പമില്ല, നല്ലല്ലേ? ബീഫ് എടുക്കാം. ഇതിലും ബീഫും നല്ല ഇതുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തലിട്ട ബീഫാണ്. ഇതുണ്ടോ? തേങ്ങാക്കൊത്തലിട്ട ബീഫ്. സൂപ്പറാട്ടോ. ക്രിസ്പി ആയിരിക്കുന്നു ബിരിയാണി. ഇതെന്ത് ബിരിയാണി? ഇതാണ് ദം ബിരിയാണി. അധികം മസാല ഒന്നും ഇല്ലാണ്ട് നല്ല ബിരിയാണി കേട്ടോ. നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി കേട്ടോ അല്ലേ? അധികം മസാല ഇല്ലാണ്ടേ കുറച്ച് മസാല ഇട്ട് നല്ല റൈസും നല്ല ചിക്കനും ദം ചെയ്ത ചിക്കൻ നല്ല അല്ലേ? ചോറ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 2 പേർക്ക് കഴിക്കാനുള്ള ചോറുണ്ട്. ഞാനും അമ്മയും കൂടി ഇതാ ഒരുമിച്ച് കഴിക്കാം. അമ്മ ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല തോന്നുന്നു. ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല ബിരിയാണി, ഫുൾ ബിരിയാണി. അച്ഛതാ ക്വാളിറ്റി ബേസ് നല്ല അടിപൊളി അല്ലേ? കുറ്റം പറയാനൊന്നുമില്ല അല്ലേ? ടേസ്റ്റ് ഉണ്ടല്ലേ? നമ്മുടെ മലബാർ സ്റ്റൈൽ ബിരിയാണിടാ. മസാല കുറവായിട്ട് അല്ലേ? അല്ലേ? നീ ഇവിടെ വന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റൈൽ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അല്ലേ? ഇപ്പോഴല്ലേ കിട്ടുന്നത്? ആ, ടി വിയിൽ ഇങ്ങനെ കാണിച്ചോളൂ. എല്ലാ ഡിഷും കഴിക്കുന്ന വീഡിയോസ് മൂപ്പരം കിട്ടിട്ടുണ്ട്.
സൂപ്പർ. നീ എറണാകുളത്ത് നിന്ന് കഴിച്ച ബിരിയാണി പോലെയാണോ ഇത്? അല്ലല്ലോ. എറണാകുളത്ത് കഴിച്ചത് വെച്ചിട്ട് ഏറ്റവും നല്ല ബിരിയാണി ഇതാ അല്ലേ? നല്ല അടിപൊളി റൈസ് സെറ്റ്. എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? റൈറ്റ് ആയാലും അച്ചാറായാലും. അച്ചാറാണ് പറയാൻ രക്ഷയില്ല. അത് കഴിച്ചു നോക്കണം, അന്നേരം മനസ്സിലാവും. അച്ചാർ എനിക്ക് തോന്നുന്നു ഇവര് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. അതിന് നല്ല ക്വാളിറ്റി ശരിക്കും മനസ്സിലാവുന്നുണ്ട് അല്ലേ? നമ്മൾ മറ്റേ നമ്മൾ കഴിക്കാതിരിക്കുന്നതിൻ്റെ അത്ര ഏരിയൻ്റെ ഏതാണ്ട് അതത്ര വലിപ്പം തന്നെ അല്ലേ? കിച്ചണും ഉണ്ടല്ലേ? നല്ല ക്വാണ്ടിറ്റി ബേസും നമ്മൾ മലബാറുകാർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ കണ്ണൂരുകാരായതുകൊണ്ടേ നമുക്കത് ഇഷ്ടമായി അല്ലേ? അല്ലേ? നമ്മൾ കണ്ണൂരുകാർക്ക് ഇഷ്ടപ്പെടും. കാരണം അത് മസാല ആയാലും ചിക്കൻ ആയാലും ദം ബിരിയാണി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊറോട്ടയും ബീഫും അതും അടിപൊളിയാണ്. അതുപോലെ ബാത്റൂം ഓക്കെ അല്ലേ? ബാത്റൂം ഓക്കെയാണ്, ക്ലീനിങ് ഓക്കെയാണ്, എല്ലാം അടിപൊളിയാണ് കേട്ടോ. അത്ര നെഗറ്റീവ് പറയേണ്ട ഒരു ഹോട്ടലൊന്നുമല്ല, എല്ലാം സൂപ്പറായിട്ടുണ്ട്. കാര്യത്തിൽ അടിപൊളി അവിടെ. പിന്നെ പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കാറിൽ വന്നുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തത് നമ്മുടെ വെലുവിൻ്റെ അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. ഓക്കെ ബൈ.